സ്വർണ്ണക്കടത്തിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടോ? ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഗൂണ്ടാ തലവൻ ഔറംഗസീബ് രംഗത്തെത്തി. പല സ്വർണ്ണക്കടത്തുകളും കസ്റ്റംസ് പിടിക്കുന്നത് പേരിന് മാത്രമാണ്. നേരിയ അളവിൽ സ്വർണം പിടിച്ചെടുക്കും. ബാക്കി സ്വർണം പുറത്തേക്ക് കടത്താൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സഹായിക്കും. ഉദ്യോഗസ്ഥർക്ക് 40% കമ്മീഷൻ നൽകും. സ്വർണം കൂടുതലെത്തുന്നത് കൊടുവള്ളി, കാസർഗോഡ് സംഘങ്ങൾക്ക് വേണ്ടിയാണെന്നും ഗൂണ്ടാ തലവൻ വെളിപ്പെടുത്തി. സംസ്ഥാനത്തെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കൽ ഇപ്പോഴും വ്യാപകമായി തുടരുകയാണ്. അതിന് നിരവധി സംഘങ്ങളുണ്ട്. ഈ സംഘങ്ങൾ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്, ഇവരുടെ ലക്ഷ്യസ്ഥാനം എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളും മറഞ്ഞുകിടപ്പുണ്ട്. അങ്ങനെ പൊട്ടിക്കുന്ന സംഘങ്ങളുമായി ബന്ധമുള്ള പലരും കേരളത്തിലുണ്ട്. അതിലൊരാളാണ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഔറംഗസീബ്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ഇതിന് പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് താങ്കൾക്ക് അറിയാമായിരിക്കും. എങ്ങനെയാണ് ഇത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക, ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? ശരിക്കും അനസ് പെരുമ്പാവൂർ ആളുടെ കെയർ ഓഫിലാണ് ഞാൻ നേരുന്നത്. അവൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നത്. അവനുണ്ടായിരുന്ന സമയത്ത് ഗോൾഡ് പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മളൊരു പാസഞ്ചർ ഓൾറെഡി ഇവിടുന്ന് വിടും. ദുബായിക്ക് വിട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അതിൻ്റെ ഏജൻറ്റുമാരുണ്ട്. അവർ വഴി ഗോൾഡിൻ്റെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് ഗോൾഡ് കൊണ്ടുവരുന്നത്. പക്ഷേ ഗോൾഡിൻ്റെ അവിടുത്തെ ഓണർമാർക്ക് അറിയില്ല ഈ ആൾ നമ്മുടെ ആളാണെന്നുള്ള കാര്യം, വിടുന്ന ആൾ. എന്നിട്ട് അത് ഓൾറെഡി എയർപോർട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ നെടുമ്പാശ്ശേരി ആണെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് നമ്മൾ ഇവർ കൂടുതൽ നേരെ പോയതിന് ശേഷം ഈ പാസഞ്ചറെ നമ്മളെ വണ്ടിയിൽ കയറ്റി നേരെ കൊണ്ടുവരികയാണ് ചെയ്യണത്. ഈ പാസഞ്ചറിനെ അദ്ദേഹത്തെ സഹായിക്കാൻ പറഞ്ഞ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാം എന്നുള്ളൊരു പേര് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതെ അതെ, കൂട്ടിക്കൊണ്ടു വന്നിട്ട് നമ്മൾ ഓൾറെഡി ഇവരെയും കൊണ്ട് സാധനം മേടിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ റോട്ടിൽ ആക്കിയിട്ട് നമ്മുടെ വഴിക്ക് സാധനം മേടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറേ നാളിന് ശേഷം നമ്മൾ അവിടെ ദുബായിലെ എയർപോർട്ടിൽ തന്നെ ഈ സാധനം കൊടുത്തതിന് ശേഷം അവിടെ തന്നെ ആൾ കയറിയിട്ട് എയർപോർട്ടിൽ ഗോൾഡ് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ആളെ വിട്ടിട്ട് ദുബായിൽ തന്നെ സാധനം സെറ്റ് ചെയ്ത് മേടിക്കാറുണ്ടായിരുന്നു. അവിടെ തന്നെ ദുബായിൽ തന്നെ സെറ്റ് ചെയ്യാറുണ്ട്. അതായത് അവിടുത്തെ ഈ എയർപോർട്ടിലെ പരിശോധനകൾ പിടിക്കപ്പെടാതെ പുറത്തേക്ക് വരാറുണ്ട്? ഇല്ല, ഒരു 2 കിലോയുടെ 3 കിലോയൊക്കെ ആണെങ്കിൽ എയർപോർട്ടിൽ തന്നെ സെറ്റിംഗ് ഉണ്ട്. അത് കസ്റ്റംസായിട്ട് സെറ്റിംഗ് ചെയ്തിട്ടാണ് സാധനം കൊണ്ടുവരുന്നത്. അത് സാറന്മാർ, നമുക്ക് വേണ്ടപ്പെട്ട സാറന്മാരുണ്ട്. ആ സാറന്മാരായിട്ട് അവിടെ സെറ്റ് ചെയ്യും. എൻ്റെ സാറന്മാരുള്ള ടൈമിലാണ് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറുന്നത്. അങ്ങനെയുള്ളൊരു ഒരു ടീം അതിൻ്റെ ഉള്ളിലുണ്ടല്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. അതൊന്നും ഇപ്പോൾ ആദ്യം തുടങ്ങിയതല്ല, പണ്ടേ മുതൽ അങ്ങനെയുണ്ട്. അവിടെ എയർപോർട്ട് സെറ്റിങ്ങിലാണ് കാര്യങ്ങൾ വരുന്നത്. പിടിക്കപ്പെടുന്ന സംഭവങ്ങൾ എങ്ങനെയാണ്? പിടിക്കപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വേറൊരു വഴി കൂടി ഉണ്ട് ഇതിൽ. വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 കിലോ സാധനം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിൽ എയർപോർട്ടിൽ നമ്മൾ സാറന്മാരായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു 4 പീസൊക്കെ ആയിരിക്കും വരുന്നത്. അത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്കി എന്ന് പറയും. ഡിക്കി എന്ന് പറഞ്ഞാൽ ബാക്കിൽ കയറ്റിയാണ് സാധനം ഡിക്കി വഴിയാണ് കൊണ്ടുവരുന്നത്. 4 1 പീസ് എയർപോർട്ടിൽ സാറന്മാരെ പിടിപ്പിച്ചതിന് ശേഷം 3 നമ്മളിൽ നിന്ന് മൊത്തത്തിൽ പിടിച്ചെന്നുള്ള പേര് പറഞ്ഞതിന് ശേഷം അത് ഏത് തരത്തിലേക്കാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുള്ളത് എന്നത് വെളിപ്പെടുത്തുകയായിരുന്നു ഒരു സംഘാംഗം കൂടിയായ ഔറംഗസീബ്.